والحمد لله رب العالمين. ഈ വേദിയുടെ അധ്യക്ഷൻ ഊപ്പൻ അവറുകളെ, സലാഹുദ്ദീൻ ഫൈസി, അഷറഫ് ഫൈസി പോലെയുള്ള വേദിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ച് തികച്ചും ഒരു സന്തോഷകരമായ ഒത്തുകൂടലാണ് നമ്മുടേത്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനീ ദഅവത്തിൽ നിസ്തുലമായി പ്രവർത്തിക്കുന്ന മഹത്തായ നമ്മുടെ ദർസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുപോരുന്ന സ്വലാത്തിന്റെ വാർഷികത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആയിരക്കണക്കിൽ പുരുഷന്മാരും സ്ത്രീകളും ഈ ഒത്തുകൂടൽ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു ഒത്തുകൂടലാണ്. പടച്ച റബ്ബ് നമ്മുടെ ഈ കൂടലും പിരിയലും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ചിന്തയും പറയലും കേൾക്കലും എല്ലാം തന്നെ അവന്റെ ആഖിറത്തിൽ നമുക്ക് പ്രതിഫലമുള്ള സവാബുള്ള ഇബാദത്തായി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി ആഫിയത്ത് നിലനിർത്തി ഹിദായത്ത് കാമിലാക്കി ആഖിറത്ത് നന്നായി മരിക്കുന്നവരിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട മോമിനുകളെ, ഏതൊരു കാര്യങ്ങൾ നടക്കുമ്പോഴും ആ കാര്യങ്ങളിൽ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു തൗഫീഖ് ഉണ്ടാകുമ്പോഴേ അത് വ്യവസ്ഥാപിതമായി നടക്കുകയുള്ളൂ. ആ തൗഫീഖിന്റെ പ്രചോദനമായി പാടത്തായിരുന്നല്ലേ എല്ലാവരും കൂടി എണീക്കല്ലേ, തീരെ ചെറിയ നീർക്കോലി എന്നവരായിരിക്കും. നിങ്ങൾ പോരി. ചെറിയൊരു നീർക്കോലി കുട്ടി അവിടെ ഉണ്ട്. അതിനെ പിടിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നാണ്ട് എന്നോട് ഒഴിവാക്കിയാൽ മതി. അവിടെ ചെറിയ നീർക്കോലി കുട്ടികൾ അതിന് കൊന്നുകിടണ്ട. എന്തൊരു നീർക്കോലി കുട്ടിയോ എന്തോ ആയിരിക്കും. എല്ലാവരും കഴിഞ്ഞ് ഈ സ്ത്രീകളെല്ലാവരും മിണ്ടാതെ തോന്നി. ബഹുമാനമുള്ള മോമിനുകളെ, ഏതൊരു കാര്യവും നടക്കുമ്പോൾ അത് വിജയകരമായി മുന്നോട്ടു പോകണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖും അനുഗ്രഹവും അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ചെമ്മറയിലെ ദർസിനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖും അനുഗ്രഹവും അതിനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. 100 ചില്ലാനം കുട്ടികളെയൊക്കെ അവർക്ക് ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പാർപ്പിച്ച് വേണ്ട വിധത്തിൽ അവളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ട പ്രയാസപ്പെട്ടൊരു പണിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതെല്ലാം തന്നെ വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായി വളരെ റാഹത്തോടുകൂടി അത് പരിപാലിച്ച് നിലനിർത്തി ഒരു സ്തുത്യർഹമായ ദീനീ ദഅവത്ത് നടത്താൻ ഈ ചെമ്മറയിൽ സലാഹുദ്ദീൻ ഫൈസിയുടെ നേതൃത്വത്തിൽ സാധിക്കുന്നത് അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എക്കാലത്തും നിലനിർത്തട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെല്ലാം തന്നെ
മനസ്സിലാക്കേണ്ടത് കാലം വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. വളർന്നു വരുന്ന സമൂഹം വളരെ നാശത്തിലേക്ക് കൂപ്പുകുത്തി നാശത്തിന്റെ ഹദ്ദ് വിടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം. ചുരുക്കി പറഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ തന്നെ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങൾക്ക് അടിമപ്പെട്ട് ആ വസ്തുക്കളെയൊക്കെ എങ്ങനെ വിനിയോഗിക്കണം, എന്തിന് വിനിയോഗിക്കണമെന്ന് പോലും ബോധമില്ലാതെ നിരവധി നാശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയ പ്രയാസകരമായ ഒരു സന്ദർഭമാണ് നമ്മുടേത്. അൽ ഫഖ്റ മാ അഖ്ശാ അലൈക്കും. ദാരിദ്ര്യം നിങ്ങൾക്ക് വരുമോ എന്നതിൽ എനിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ ദാരിദ്ര്യം വന്നാൽ മനുഷ്യൻ നശിക്കുന്നതിനൊരു ഹദ്ദുണ്ട്. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. പക്ഷേ നിങ്ങളുടെ മേൽ എന്റെ ഭയം ദുനിയാവ് നിങ്ങൾക്ക് തുറന്നു തന്നു പോകുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്ങാനും ദുനിയാവ് തുറന്നു വന്നു പോയാൽ ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും. മുൻഗാമികളെ ദുനിയാവ് നശിപ്പിച്ചതുപോലെ ആ ദുനിയാവ് നിങ്ങളെയും നശിപ്പിക്കുമോ, അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ വിധത്തിൽ ഭൗതിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒത്തിണങ്ങി നമ്മുടെ ദുനിയാവിൽ സുഖം അധികരിച്ചു വരുമ്പോൾ വളർന്നു വരുന്ന സമൂഹത്തിലെ ആ വരും തലമുറകളൊക്കെ തന്നെ നാശത്തിലേക്ക് കൂപ്പുകുത്തി നാശത്തിലേക്ക് വഴുതിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ ദീർഘദൃഷ്ടിയുള്ള ഏതൊരു സമുദായ സ്നേഹി സമൂഹസ്നേഹിക്കും സങ്കടം വരുന്ന ഒരു നിലപാടിലാണ് ഇന്നത്തെ നീക്കമെന്ന് നമുക്കൊക്കെ അറിയാം. ഇതിനെല്ലാമുള്ള പരിഹാരം ഒരൊറ്റ പരിഹാരം മാത്രമേയുള്ളൂ. മനുഷ്യൻ സ്വയം ഉണ്ടായതല്ലെന്നും മനുഷ്യന്റെ കഴിവുകൾ സ്വയം ഉണ്ടായതല്ലെന്നും മനുഷ്യൻ ദുർബലനാണെന്നുള്ള ബോധം മനുഷ്യന് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഓർമ്മ മനുഷ്യന്റെ മനസ്സിൽ നിലനിർത്തലല്ലാതെ വേറെ ഒരു വഴി ലോകത്തിൽ നന്നാക്കാനില്ല. നിയമങ്ങളെക്കൊണ്ട് സാധ്യമല്ല, ശാസ്ത്രീയ പുരോഗതികളെക്കൊണ്ട് സാധ്യമല്ല, സാങ്കേതിക പുരോഗതികളെക്കൊണ്ട് സാധ്യമല്ല. ശാസ്ത്രീയമായോ സാങ്കേതികമായോ മനുഷ്യൻ ഉയരുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തഴൂത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ, മനുഷ്യന്റെ മനസ്സിനെ നന്മയും ശരിക്കും ഒതുക്കി നിർത്താൻ അല്ലാഹുവിന്റെ ദിക്റും ഓർമ്മയും മനുഷ്യന്റെ ഹൃദയത്തിൽ നിലനിർത്തലല്ലാതെ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആ അല്ലാഹുവിന്റെ ഓർമ്മയും അവന്റെ ദിക്റും മനുഷ്യരുടെ മനസ്സിൽ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയലാണ്, പടച്ചവനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്, പടച്ചവനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകല. ആ ബോധം ഇരുമിൽ കൂടെയല്ലാതെ ഒരിക്കലും സാധ്യമല്ല. അതാണ് റബ്ബ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞത്. യുഅ്തിൽ ഹിക്മത മൻ യശാഉ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. യുഅ്തിൽ ഹിക്മ, അല്ലാഹു ഇൽമു നൽകും. മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക് ഇൽമു നൽകും. അവൻ വേണ്ടുക വെച്ച ആളുകൾക്ക് അല്ലാഹു തആല ഇൽമു നൽകും. വമൻ യുഅ്തൽ ഹിക്മ, വല്ലവനും ഇൽമു നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അവന് ഏറ്റവും വലിയ ഖൈറാണ് നൽകപ്പെട്ടത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഇൽമ് പഠിക്കലും അത് മനസ്സിലാക്കലും ആ ഇൽമ് നിലനിർത്തലുമാണ്
യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ മനുഷ്യരുടെ ഹൃദയത്തിൽ നിലനിർത്താനുള്ള വഴി ആ ഓർമ്മ നിലനിന്നല്ലാതെ ലോകത്ത് മനുഷ്യന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർത്ത് ആ ഇൽമ നിലനിർത്താനുള്ള വഴികളിലെ പരമ്പരാഗതമായ വഴിയാണ് നമ്മുടെ പള്ളി ദർസ്. ആ പള്ളി ദർസുകളിലൂടെയാണ് ഇന്ന് കാണുന്ന മുഴുവൻ ആത്മീയങ്ങളും വളർന്ന് സമുദായത്തെയും സമൂഹത്തെയും നയിച്ചു എന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നാം ഇന്ന് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കഴിഞ്ഞകാല മഹത്വങ്ങളായ പണ്ഡിതന്മാരെ ഏറെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ? മഹാനായ ബരക്കൽ മുല്ലക്കോയത്തകൾ പാപ്പ മുതൽക്ക് മഹാനായ അബ്ദുൽ ബാരി, മഹാനായ കുത്തുബീനബ്ബുല്ലാഹു മർത്തബഹു, മഹാനായ ചാത്തലങ്ങാടി, മഹാനായ ശംസുൽ ഉലമ, മഹാനായ കള്ളിയത്ത് ഉസ്താദ്, തൊട്ടുമുമ്പിൽ നമ്മളോട് പറഞ്ഞ സയ്യിദുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വരെ മഹാന്മാരായി നമ്മൾ അറിയപ്പെടുന്ന ഏതൊരു പണ്ഡിതരുണ്ടോ ആ പണ്ഡിതർ മുഴുവനും വളർന്നു വന്നത് പള്ളിയിൽ നടക്കുന്ന ദർസിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ പള്ളി ദർസിന്റെ സ്ഥാനവും അതിനെ സഹായിച്ചാലുണ്ടാകുന്ന മേന്മയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇൽമിലെ ഈ ചമ്പറ നിവാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അല്ലാഹു ചെയ്ത വലിയ നിയമത്താണ് ഇൽമിന്റെ ആളുകളെ സഹായിക്കാനുള്ളൊരു സന്ദർഭമുണ്ടായി എന്നുള്ളത്. കാരണം ഇതൊരു നിസ്സാര പ്രശ്നമല്ല. മഹാനായ സയ്യിദുന ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനവറുകളുടെ പ്രസിദ്ധമായ കിതാബിന്റെ മുഖദ്ദിമയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ അടിസ്ഥാനമായ ഒരു തത്വം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. فإن الاستغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات. വിലപ്പെട്ട സമയങ്ങളെ വിനിയോഗിക്കപ്പെടുന്ന വിഷയങ്ങളിലെ ഏറ്റവും മഹത്തായ താഅത്തുകളിൽ ഏറ്റവും അഫ്ളലാണ് മഹത്തായ ഇൽമു കൊണ്ടുള്ള ഇസ്തിഗാൽ. ആ ഇൽമു കൊണ്ടുള്ള ഇസ്തിഗാലിൽ ഒരു ഭാഗമാണ് ഇൽമിനെ സഹായിക്കൽ, മുതഅല്ലിമിനെ സഹായിക്കൽ, മുതഅല്ലിമിനെ സ്നേഹിക്കൽ. അതുകൊണ്ടാണ് മഹാന്മാരായ അയ്യത്തുകൾ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം. ഒന്നുകിൽ മുതഅല്ലിമാകുക, അല്ലെങ്കിൽ ആലിമാകുക, അല്ലെങ്കിൽ മുഹിബ്ബാകുക, അല്ലെങ്കിൽ മുസ്തബിയാകുക. ഒരാൾക്കും ഖാമിസ അഞ്ചാമത്തെയാളായി നീ മാറില്ല എന്ന നിയമം മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ മഹത്തായ ഈ പള്ളി ദർസും ഇതിന്റെ ഈ സംവിധാനവും നമ്മുടെ നാട്ടിൽ എക്കാലത്ത് നിലനിൽക്കുന്ന നാട്ടിന്റെ ഒരു പ്രകാശവും നൂറുമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവിധ സഹായ സഹകരണങ്ങളും അതിന് ചെയ്ത് നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ ഐക്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോയി ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത് ഈ മഹത്തായ പ്രസ്ഥാനം എക്കാലത്ത് നിലനിർത്താൻ സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നമ്മൾ ശരിക്കും നിറവേറ്റണം. എന്തുകൊണ്ടെന്നാൽ നാം നമ്മളെ മറന്നു കളഞ്ഞാൽ, നമ്മൾ ആരാണെന്ന് ഓർമ്മയില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാസ്ഥ്യങ്ങളായി മാറും. ഒരാത്തൂടു കല്ലവീന നസുല്ലാഹ്, അല്ലാഹുവിനെ വിസ്മരിച്ച ആളുകൾ കഴിഞ്ഞ കാലത്ത് സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും നിങ്ങളാകരുത്. അങ്ങനെ നിങ്ങളായിക്കഴിഞ്ഞാൽ താൻ ആരാണെന്ന ബോധം അവന് നഷ്ടപ്പെടും. ഓരോ വ്യക്തിയും നന്നാകണമെങ്കിൽ ഞാൻ ആരാണെന്ന ബോധമാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു വലിയ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരാള് ഞാൻ ആരാണെന്ന ബോധം നഷ്ടപ്പെട്ടാൽ അവന്റെ ഭരണം കൃത്യമായി നടത്താൻ അവന് സാധ്യമല്ല. ഇവിടെ വിധി പറയാവുന്ന ഒരു വലിയ ജഡ്ജി ഞാൻ ആരാണെന്ന ബോധം അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് കൃത്യനിർവഹണത്തിൽ ഒരിക്കലും സാധ്യമല്ല. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാവ് ഞാൻ ആരാണെന്ന ബോധം അവന് നഷ്ടപ്പെട്ട് ആ ബോധം നഷ്ടപ്പെട്ട വിധത്തിൽ അവൻ പെരുമാറിക്കഴിഞ്ഞാൽ അവന്റെ ജോലി അവന് കൃത്യമായി നിർവഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒരു പണ്ഡിതന് ആ പണ്ഡിതൻ ആരാണെന്ന ബോധം അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവനൊരു പണ്ഡിതനായി നിലകൊള്ളാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്,
പടച്ചതമ്പുരാനെ വിസ്മരിക്കുന്ന ഒരവസ്ഥ വന്നാൽ പാസാഹും അങ്കുസഹും അവരാരാണെന്ന ബോധം അവർക്കല്ലാഹും ഉറപ്പിച്ചു കളഞ്ഞ് അവരാരാണെന്ന ചിന്തയില്ലാത്ത ഒരവസ്ഥയിലേക്കാകും ഉലൈക ഫാസിഖൂൻ അവരാണ് ഏറ്റവും വലിയ കമ്പാടികളായി മാറൽ. അതുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ച് പടച്ചതമ്പുരാനെ ശരിക്കും ഓർത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ ദിക്റും ഓർമ്മയും നിലനിർത്തുന്ന ഒരു ജീവിതം നമ്മൾ മുറുകെ പിടിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയും ദീനീ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്ന പള്ളി ദർസ് അതിനെ സഹായിക്കൽ ദീനിന് ഏറ്റവും വലിയ സഹായമാണെന്ന് മനസ്സിലാക്കി എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ നടക്കുന്ന മഹത്തായ ദർസിന് വേണ്ട എല്ലാ അവകാശങ്ങളും ചെയ്തുകൊണ്ട് ഇത് ഉന്നതമായി തന്നെ നിലനിർത്താൻ നമ്മൾക്ക് ശരിക്കും പ്രതിജ്ഞയെടുക്കണമെന്നും നമ്മുടെ ജീവിതം നമ്മൾ ശരിക്കും ആലോചിച്ചാൽ നമ്മുടെ ജീവിതം ഓരോ വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാസം ഒരാഴ്ചയുടെ വേഗത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച ഒരു ദിവസത്തിന്റെ വേഗത്തിൽ അങ്ങനെ വളരെ വേഗം നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ടൊരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് മാന്യ സഹോദരന്മാരെ ഒരു ദിവസത്തിന്റെ നീളം ഇന്നൊരു പക്ഷേ ഒരു മണിക്കൂറുകൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയം വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര കാലമായി പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട്. ഒരുപക്ഷേ നമുക്ക് തോന്നും അടുത്ത ദിവസമല്ലേ നോമ്പ് കഴിഞ്ഞത് എന്ന്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ ശഅബാൻ എന്ന് ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് റജബ് മാസം കടന്നുപോയില്ലേ. നമ്മുടെ മെനപ്പെട്ട ജീവിതമാണ് കഴിഞ്ഞു പോകുന്നത് എന്ന ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ പ്രത്യേകമായി കുറേ ആളുകൾ ഒരുമിച്ചുകൂടിയെന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ചില വസ്തുക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചില സാധനങ്ങൾ നമ്മുടെ ശത്രുക്കളായി മാറും. ഞാൻ പറയുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്മുടെ ശത്രുവായി മാറും. ഇന്റർനെറ്റ് നമ്മുടെ ശത്രുവായി മാറും. ഇതെന്റെ സ്വന്തം അഭിപ്രായമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളിലെ പ്രഗൽഭനായ അബ്ദുല്ലാഹി റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു വാക്ക് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനവറുകൾ പറഞ്ഞത് വളരെ ചിന്തിക്കണം. നാം നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ നെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മുടെ ശത്രുവായി മാറും. യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ ഇത് നമ്മുടെ ശത്രുവായി മാറുന്ന രംഗമുണ്ട്. നന്മയിൽ നിന്ന് നിന്നെ ആര് തടയുന്നു, എന്ത് തടയുന്നു, അത് മുഴുവനും നിന്റെ ശത്രുവാണെന്ന് മനസ്സിലായിക്കോ. നന്മയിൽ നിന്ന് നിന്നെ തടയുന്ന സാധനം അത് മൊബൈലായാലും നിന്റെ നെറ്റായാലും അല്ല എന്ത് സാധനങ്ങളാണെങ്കിലും അത് നിന്റെ ശത്രുവാണെന്ന് മനസ്സിലായിക്കോ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ പരിമിതങ്ങളാണ്. അത് ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയാൽ ആ നിമിഷം നിന്റെ ജീവിതത്തിൽ പിന്നെ കിട്ടൂല. പിന്നെ വരുന്നത് അടുത്ത നിമിഷം നിനക്കുള്ള വേറെ നിമിഷമാണ്. അതുകൊണ്ട് നിന്റെ നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ സാധ്യമല്ലാത്ത രത്നങ്ങളാണ്. ആ രത്നങ്ങളെയാണ് നിന്റെ താൽപര്യമുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്ന വസ്തുക്കൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത്. നീ മനസ്സിലാക്കിക്കോ, നിന്റെ വിലപ്പെട്ട നിമിഷത്തിന് പകരം സ്വർഗത്തെല്ലാം മണിമന്ദിരങ്ങൾ കരസ്ഥമാക്കേണ്ടതാണ്. ആ നിമിഷങ്ങളെയാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. അത് നഷ്ടപ്പെടുത്തിയത് നിന്റെ മൊബൈലാണോ, എന്ത് സാധനങ്ങളാണ് നിന്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ആവശ്യത്തിന് അത് ഉപയോഗിക്കാവൂ. അത് ഉപയോഗിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അനാവശ്യത്തിന് ഒരിക്കലും ഉപയോഗിച്ചു പോകരുത്. സമയം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു പോകരുത്.
അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു നിയന്ത്രണം വെച്ച് അള്ളാഹുവിന്റെ ഓർമ്മയും ദിക്റും നിലനിർത്തി ഇരുന്നിനെ സഹായിച്ച് പടച്ചതനുസരിച്ചുള്ള ബോധമുള്ള ആളുകളായി നിലകൊണ്ടാൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടുള്ള യാത്ര പോകാം. പടച്ച തമ്പുരാൻ നമുക്കതിൽ തൗഫീഖ് നൽകണ്ടേ. നമ്മുടെ ഈ മഹത്തായ ദർസ് ഈ സംവിധാനം അല്ലാഹു എക്കാലത്തും ഇവിടെ നിലനിർത്തി ഈ പ്രകാശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ചുറ്റുപാടിൽ നിലനിർത്തി തരട്ടെ. തൃപ്തർഹമായ വിധത്തിൽ നടക്കുന്ന മഹത്തായ ദർസ് അതിന്റെ ആധാറ് സമുദായത്തിനും സമൂഹത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിച്ചു തരട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്ന മഹല്ല് കമ്മിറ്റി, നാട്ടുകാര്, അതിനുവേണ്ടി തീവ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലാഹുദ്ദീൻ വൈസി, മറ്റു ഉസ്താദുമാര്, അവർക്കൊക്കെ പടച്ച തമ്പുരാൻ മതിയായ പ്രതിഫലവും ഖൈറും അല്ലാഹു നൽകി രണ്ട് വീട്ടിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ്ടേ എന്ന് ദുആ ചെയ്ത് എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നിങ്ങളുടെ പരിപാടിയിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സഹോദരന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും ഒരുമിച്ചുകൂടിയത് ഇവിടെ നടക്കാനിരിക്കുന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കുക എന്നതാണ്. നൂറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലുള്ളവരാണ് മുൻകൂട്ടി പറഞ്ഞവരും. ഇപ്പൊ മനസ്സിൽ വിഷമങ്ങൾ കരുതി ആ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു സന്തോഷം ലഭിക്കണമെന്ന് കരുതി വളരെ സാഹസപ്പെട്ട് പല നാടുകളിലും നിർമ്മിച്ചുകൂടിയ സഹോദരന്മാരാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ സേവിക്കലോടുകൂടെ സഹോദരികളെ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. ദുആ ചെയ്യിപ്പിക്കാനുള്ള സംഭാവനകളോ മറ്റോ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകന്മാർ ബന്ധപ്പെട്ട ആളുകൾ അവരുടെ കൗണ്ടറുകളിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏൽപ്പിക്കണം എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾ പിന്നീടുമ്പോൾ ബഹുമാനായ പാണക്കാട് ചെയ്ത മുന്നപ്പറഞ്ഞ ശഹാബത്തങ്ങളും അതേപ്രകാരം നമുക്ക് ഇക്കർദാക്ക് നേതൃത്വം നൽകുന്ന കോഴിക്കോട് ഖാലി സയ്യിദ് മുഹമ്മദ് കോയ ജമീലയിലെ തങ്ങളും നമ്മുടെ ഈ മഹനീയ സംഗതിയിൽ എത്തിച്ചേരും. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന ദുആ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. രാജ്യസഭത്തിന്റെ തിരുമൂലുകൾ ഉയർത്തിക്കൊണ്ട് അനർഘനർ കുളിക്കുന്ന വിലാസത്തിന്റെ ഉടമ മുസ്ലിം പേരുകളുടെ അനുഗ്രഹീത ഭാഷകൻ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫാമി സ്വലാത്ത് വാർഷിക മഹാസംഗമത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്ന അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحاقة ما الحاقة وما أدراك ما الحاقة. قال سيدنا محمد صلى الله عليه وسلم: إن أولى الناس بي يوم القيامة أكثرهم علي صلاة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. خذ
بيدي قلت حيلتي أدركني خذ بيدي قلت حيلتي أدركني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഈ വേദി നിയന്ത്രിക്കുന്ന ഈ മഹലിന്റെ നായകർ ജനാബ് എം മുഹമ്മദ് അലി എന്ന കുഞ്ഞിമൂപ്പൻ ഹാജി, ഈ മഹനീയ സംഗമത്തിൽ വളരെ ശ്രദ്ധേയമായ ചിന്തിപ്പിക്കുന്ന ഭാഷണം നടത്തിയ ഗുരുതുല്യം ഈ വിനീതൻ സ്നേഹിക്കുന്ന മഹാന്മാരായ പ്രതിഭാ പണ്ഡിതന്മാർക്ക് സമൂഹത്തിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ നിറമരുതൂർ വീരാൻകുട്ടി മുസ്ലിയാരുടെ പൊന്നോമനപുത്രൻ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറും ഫത്വ കമ്മിറ്റിയിലെ അംഗത്വവും നടത്തിക്കൊണ്ട് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ശൈഖുന മറക്കാർ ഉസ്താദ് അവർകളെ, എന്റെ സഹോദരനെപ്പോലെ ഞാൻ കാണുന്ന ജാമിയ നൂരിയ അറബിക് കോളേജിലെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഇഷ്ടഭാജനവും പ്രതിഭയും പണ്ഡിത ശ്രേഷ്ഠരും വാഗ്മിയും മുദരിസുമായ നിങ്ങളുടെ ഈ നാട്ടിൽ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന എളിയ ഖാദിമ് സലാഹുദ്ദീൻ ഫൈലി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഈ മഹല്ലിനും ഇതര മഹല്ലുകൾക്കും നേതൃത്വം നൽകുന്ന നേതാക്കളെ, കാരണവന്മാരെ, ഉസ്താദുമാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ട പണ്ഡിത പ്രതിഭകളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, യുവജനങ്ങളെ, കൊച്ചനുജന്മാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠത്തിമാരെ, അനുജത്തിമാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സമുദായത്തിലെ സഹോദരങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഹനീയ മജ്‌ലിസിൽ വരാനും നിങ്ങളുമായി ഏതാനും സമയം പങ്കിടാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ പറവൂർ എന്ന പ്രദേശത്തിനടുത്ത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 100ഓളം ആളുകൾ മരണപ്പെട്ട വിവരമാണ് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. രോഗത്തിൽപ്പെട്ടവർക്ക്, അപകടത്തിൽപ്പെട്ടവർക്ക് ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂരുമായി ബന്ധപ്പെട്ടു തിരുവനന്തപുരത്തുള്ള SKSSFന്റെ 6 ആംബുലൻസുകൾ അവർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകന്മാർ രക്തദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ മുഴുവനും കൊല്ലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ദുഃഖമാണ്. ഈ സമ്മേളനവും ആ ദുഃഖത്തിൽ പങ്കിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യട്ടെ. സൗഹൃദവും സഹിഷ്ണുതയും അല്ലാഹു നമുക്ക് നമ്മുടെ രാജ്യത്ത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ശൈഖുന ഉസ്താദ് ഊന്നിപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ശൈഖുന മലക്കാർ ഉസ്താദിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ടും മലപ്പുറത്ത് വെച്ചുകൊണ്ടും വിശുദ്ധ റജബ് മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രായിനെയും മേറാജിനെയും കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ കൂടിയ ആളുകൾ മുഴുവനും കണ്ണീരൊലിപ്പിച്ചു. അത്രമാത്രം ഇഷ്ക് വെക്കുന്ന ഒരു മഹാൻ നമ്മോട് കേൾപ്പിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ അതിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ്. സമയം വൈകിയതുകൊണ്ട് ഉസ്താദ് അത് പറഞ്ഞില്ലെങ്കിലും ആ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതഖാറബ അസ്സമാൻ, കാലം അടുക്കുന്നതുവരെ, കാലം അടുത്തുകൊണ്ടിരിക്കും. ഫതകൂനു സനതു, അന്ന് കൊല്ലമാകും, കശ്ശഹരി, മാസം പോലെ, വയകൂനു ശഹ്റു, അന്ന് മാസമാകും, കൽ ജുമുഅത്തി, ആഴ്ചയെ പോലെ, വതകൂനുൽ ജുമുഅതു, അന്ന് ആഴ്ചയാകും, കൽ യൗമി, ഒരു ദിവസം പോലെ, ആഴ്ചക്ക് ഒരു ദിവസത്തിന്റെ ദൈർഘ്യമേ ഉണ്ടാകുകയുള്ളൂ. വയകൂനുൽ യൗമ, അന്ന് ദിവസമാകും, കസ്സാഅത്തി, ഒരു മണിക്കൂർ പോലെ, വതകൂനു സ്സാഅതു, അന്ന് മണിക്കൂറാകും, കഹ്തിറാഖിസ്സഅഫതി, ഉരുമ്പിയ തുരുമ്പ് കത്തിച്ചാരമാകാൻ എത്ര സമയമാണോ വേണ്ടിവരിക ആ സമയം പോലെയാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നാണ് ശൈഖുന നമ്മോട് സന്ദേശം നൽകിയത്. ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് പോകൂല, ഹത്താ യഅതി അലന്നാസ്, ജനങ്ങളുടെ മേൽ ഒരു ദിവസം വരുന്നതുവരെ, ലാ യദ്രിൽ ഖാതിലു, കൊലയാളി അറിയൂല, ബിമ ഖതല, എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന്, വലൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവനും അറിയൂല, ബിമ ഖുതില, എന്ത് കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്ന്. കടുങ്ങാത്തുകുണ്ടിലല്ലേ 80 വയസ്സായ മാതാവിനെ മകൻ കൊലപ്പെടുത്തിയത്? പ്രിയരെ, ഇന്ന് പത്രത്തിൽ വായിച്ചില്ലേ, അങ്കമാലിക്കടുത്ത് ഒരു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി, മകനെ കൊലപ്പെടുത്തി. കരുവാരക്കുണ്ടിനടുത്ത് വയലിന് പോയപ്പോൾ ഉസ്താദേ അൻവർ എന്ന് പറയുന്ന ഒരാൾ പിതാവിനെ നഞ്ഞത്ത് ചവിട്ടി കൊലപ്പെടുത്തി. എത്ര കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിക്കടുത്ത് മായക്കര എന്ന ഗ്രാമത്തിൽ വയലിന് പോയി, വയല് കഴിഞ്ഞു സ്റ്റേജിൽ നിന്നും ഇറങ്ങിയപ്പോ ഒരാൾ വന്നു, ഉസ്താദേ എന്റെ മകളുടെ ഖബറിന്റെ അടുത്തേക്ക് അങ്ങൊന്ന് വരണം, എന്റെ പേരക്കുട്ടികളുടെ ഖബറിന്റെ അടുത്ത് അങ്ങ് വരണം, ഇത് സാബിറയുടെ ഖബറാണ്, ഇത് എന്റെ പേരമക്കൾ ഫാത്തിമ ഫിദയുടെയും ഫാത്തിമ നിദയുടെയും ഖബറാണ്. എന്റെ മരുമകൻ വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പും മകൾക്ക് വസ്ത്രങ്ങളും വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ചാലിയാർ പുഴയിലെ വെള്ളക്കെട്ടിലേക്ക് കൃത്രിമ അപകടമുണ്ടാക്കി കൊലപ്പെടുത്തി ഉസ്താദേ, മുങ്ങി മരിച്ചു ഉസ്താദേ, ഇത് എന്റെ മകളാണ് ഉസ്താദേ, ഇത് പേരക്കുട്ടികളാണ് ഉസ്താദേ, അങ്ങ് ദുആ ചെയ്യണേ ഉസ്താദേ. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുക, സ്വന്തം മക്കളെ കൊലപ്പെടുത്തുക, അതേ കൊലയാളിക്കറിയൂല എന്തിനാണ് ഈ കൃത്യം ചെയ്യുന്നതെന്ന്. കൊല്ലപ്പെട്ടവനോ അവനും അറിയൂല എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ അറിയിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി നമുക്ക് പരിചയമുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നത് ബിസ്മി കൊണ്ടാണ്. 2 കൊല്ലം മുമ്പ് സുന്നി മഹൽ മലപ്പുറം അതിന്റെ താഴെയുള്ള എയർലൈൻസ് ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ കയറിയപ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടു. ഒരു താടിക്കാരനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി യേശുദാസാണെന്ന്. ഒരാൾ ചോദിക്കുന്നു, പാട്ട് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം. നിങ്ങളുടെ ശബ്ദസ്വരത്തിന്റെ രഹസ്യമെന്താണ്? ഞാൻ പാട്ടുപാടുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ്. ഇത് എവിടെ നിന്ന് കിട്ടി? അബുദാബിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു അറബിയുടെ വീട്ടിൽ ചെന്നു.
സംസാരം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ്. ഞാൻ ചോദിച്ചു, എന്താണിത്? ഞങ്ങൾ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ്. അത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എനിക്ക് ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാൻ പറ്റും. ഞാൻ പഠിച്ചു. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശബ്ദസ്വരത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഞാൻ ബിസ്മി ചൊല്ലിയാണ് പാട്ട് പാടുന്നത്. എപ്പോഴെങ്കിലും മറന്നാൽ പാട്ട് ഉഴപ്പാറുണ്ട് എന്ന് പറഞ്ഞത് ഗാനഗന്ധർവനാണ്, യേശുദാസാണ്. ബിസ്മി ചൊല്ലിക്കോളി. നമ്മുടെ മദ്രസയിൽ വെച്ച്, പള്ളി ദർസിൽ വെച്ച് ഉസ്താദിന്റെ ചുണ്ടിൽ നിന്നും വരുന്നത് ബിസ്മിയാണ്. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ പേരുകൊണ്ട് സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു. അർറഹ്മാനി, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അർറഹീം, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവനുമായ റബ്ബിന്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അതേ അർറഹീം, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ. ഇമാം ഖുർത്തുബി തങ്ങൾ ഓരോ അക്ഷരങ്ങളും നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ബിസ്മിയിലെ ബാ, അത് ബസീറിന്റെ ബാ ആണ്. കാണുന്നവൻ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. ബിസ്മിയിലെ ബാ പറയുമ്പോൾ അത് ബസീറിന്റെ ബാ ആണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും എന്ത് കാര്യങ്ങൾ നാം ചെയ്താലും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് കാണുന്നുണ്ട്. സീൻ, സമീഇലെ സീനാണ്. കേൾക്കുന്നവൻ എല്ലാം റബ്ബ് കേൾക്കുന്നുണ്ട്. രഹസ്യവും പരസ്യവുമായ വർത്തമാനങ്ങൾ, നിഷിദ്ധമായ വർത്തമാനങ്ങൾ, തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, തൻജീദിന്റെ മന്ത്രധ്വനികൾ എല്ലാം തമ്പുരാൻ കേൾക്കുന്നുണ്ട്. മീൻ, മലീക്, ഉടമസ്ഥൻ നമ്മുടേതല്ല. ഈ ഭൂമി നമ്മുടേതല്ല. സൂര്യനും ചന്ദ്രനും ഒന്നും നമ്മുടേതല്ല. നാം യാത്രക്കാരാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ ജീവികളാണ്. ഉടമ തമ്പുരാനാണ്. നാം ഉടമസ്ഥരല്ല. ഇത് എന്റെ വീട്, ഇത് എന്റെ സ്ഥലം, ഇത് എന്റെ വണ്ടി, ഇത് റബ്ബിന്റേതാണ്. അതേ ഉടമ തമ്പുരാനാണ്. അതാണ് മീന്. അല്ലാഹു എന്നതിലെ അലിഫ്, അല്ലാഹു എന്നതിലെ ആദ്യ അർഫാണ്, ആദ്യ അക്ഷരമാണ്. അതുമാത്രമാണ് നൽകിയത്. ലാം, ലത്തീഫ്, മയം ചെയ്യുന്നവൻ എന്നതിലെല്ലാമാണ്. അല്ലാഹു മയം ചെയ്യുന്നവനാണ്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു നമുക്ക് മയം ചെയ്യുന്നുണ്ട്. അതാണ് ലാം. ഹാദിൻ, വഴി കാണിക്കുന്നവൻ, ഹിദായത്ത് നൽകുന്നവൻ. തമ്പുരാനെ, നിന്റെ ഹിദായത്ത് കിട്ടിയവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. റഹ്മാനിലെ റാ, റസ്സാഖിലെ റാ ആണ്. റസ്സാഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കടൽ പണി അറിയുമോ? കടലിൽ നാം പോകാറുണ്ടോ? പക്ഷേ ദിവസങ്ങളോളം കടലിൽ പോയിട്ട് മത്സ്യം പിടിച്ചിട്ട് നമ്മുടെ തീന്മേശയിലേക്ക് വിവിധ രീതിയിലുള്ള മത്സ്യങ്ങൾ വരാറില്ലേ? നാം ആസ്ട്രേലിയയിൽ പോയിട്ടുണ്ടോ? നാം ലോകത്തിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും കണ്ടിട്ടുണ്ടോ? പക്ഷേ ജപ്പാനിലെ ഉൽപ്പന്നങ്ങൾ, ആസ്ട്രേലിയയിലെ ആപ്പിളുകൾ, അതുപോലെയുള്ള വിദേശ രാഷ്ട്രങ്ങളിലുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടൂലേ? നമ്മുടെ തീന്മേശയിലേക്ക് വരൂലേ? നമുക്ക് സുഭിക്ഷമായി കഴിക്കാൻ പറ്റൂലേ? നിങ്ങൾ മക്കയിൽ പോയവരല്ലേ? മക്കയിൽ പോകണേ. മക്ക എന്ന് പറയുന്നത് നീക്കുന്നത് എന്നാണ്. നമ്മുടെ എല്ലാ പിഴച്ച വിശ്വാസങ്ങളെയും എല്ലാ തെറ്റുകുറ്റങ്ങളെയും
ജീവിക്കുന്ന നാടാണ് മക്ക. വമൻ ദഖലഹു കാന ആമിനാ, അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ മുഅ്മിനായി. ലോകത്തുള്ള മുഴുവൻ പഴങ്ങളും അവിടെ വിടുന്നില്ലേ, നാം കഴിച്ചില്ലേ? റസാഖിന്റെ ആണ്. ആരാണ് പട്ടിണി കിടക്കുന്നത്? അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നോ? ആ ഭക്ഷണം തന്ന റബ്ബ് തന്നെ അത് ഒഴിവാക്കേണ്ട സമയത്ത്, ഒഴിഞ്ഞു പോകേണ്ട സമയത്ത് ഒഴിവാക്കാനുള്ള അവസരങ്ങളും തന്നോ? കെട്ടിനിൽക്കാത്ത അവസ്ഥയും നമുക്ക് തന്നോ? റസാഖിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഹലീമിന്റെ ആണ്, ശാന്തൻ എന്നാണ്. ശാന്തനാണ് തമ്പുരാൻ. പ്രകോപനങ്ങളിൽ ഒരിക്കലും തന്നെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും. ശാന്തനാണല്ലോ തമ്പുരാൻ, ശാന്തനാണല്ലോ തമ്പുരാൻ. പടച്ചവനെ, നിന്റെ ശാന്തത ഞങ്ങൾക്ക് നീ നൽകണമേ. മീമ മാലിക്കിന്റെ മീമാണ്, മുൽക്കിന്റെ മീമാണ്, മലീക്കിന്റെ മീമാണ്. അധികാരി തമ്പുരാനാണ്. ഉടമാവകാശം റബ്ബിനാണ്. അതാണ് മീമ്. നൂറിന്റെ നൂനാണ്, നൂറിന്റെ നൂനാണ്. റബ്ബിന്റെ നൂറ് കിട്ടിയവർ രക്ഷപ്പെട്ടു. നമ്മുടെ മുൻഗാമികൾ രക്ഷപ്പെട്ടില്ലേ? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച്, അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന നമ്മെ കേൾപ്പിച്ചില്ലേ? പേരിന് പകരം വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? റബ്ബിന്റെ നൂറ് കിട്ടിയില്ലേ? കോഴിക്കോട് താമസിക്കുന്ന കാലയളവിൽ സമുദ്രത്തിൽ നിന്നും തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിച്ചു വീശിയില്ലേ? ഇതാ കടലിലേക്ക് വന്നില്ലേ? സകലതും പിടിച്ചു വലിച്ചു കൊണ്ടുപോയില്ലേ? വളരെ നാശമുണ്ടാക്കിയില്ലേ? ആളുകൾ പോയത് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളുടെ അടുത്തേക്കാണ്. മഹാനായ തങ്ങളറിവുകൾ കടൽ തീരത്തേക്ക് വന്നില്ലേ? ഒരു നീണ്ട വര വരച്ചില്ലേ? അതാണ് വരക്കൽ. പോക്കടലേ എന്ന് പറഞ്ഞില്ലേ? വരവരച്ചിട്ട് കടലിന് നിയന്ത്രണം നൽകിയില്ലേ? നൂറുള്ളവർക്ക് കിട്ടുന്നതാണ്. നിക്കറ് ചൊല്ലി നൂറുണ്ടാക്കി, സലാത്ത് ചൊല്ലി നൂറുണ്ടാക്കി, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നൂറുണ്ടാക്കി, വിശുദ്ധ ഖുർആൻ കൊണ്ട് നൂറുണ്ടാക്കി. അല്ലാഹുവിന്റെ നൂറ് കിട്ടിയ മഹാന്മാര് പ്രമുഖനല്ലേ? സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞില്ലേ? ദാറുൽ ഹുദയിലെ മക്കൾക്ക് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഓതി കേൾപ്പിച്ചില്ലേ? മരണത്തെ കുറിച്ചുള്ള ഹദീസല്ലേ അവസാനം പഠിപ്പിച്ചത്? തിരൂരങ്ങാടിയിൽ നിന്നും ഒരു സംഘം ആളുകൾ വന്നില്ലേ? അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്നു. ഉസ്താദിന് അസ്വസ്ഥത ബാധിക്കുന്നു. ഉസ്താദിനെ വണ്ടിയിൽ കയറ്റുന്നു. ഉസ്താദിന്റെ ചുണ്ടിൽ നിന്നും വന്നത് ഫാത്തിഹയാണ് വന്നത്, നാടൻ വർത്തമാനമല്ല. ഫാത്തിഹ ഓതുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നീട് മൊഴിയാൻ കഴിഞ്ഞില്ല, നാവ് ചലിക്കുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലേ? ശിഷ്യഗണങ്ങളിൽ ഒരാൾ മാല കൊടുത്തില്ലേ? ആ മാല കയ്യിൽ കിട്ടിയ സമയത്ത് മാല മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവ് ചലിക്കുന്നില്ലെങ്കിലും ഹൃദയത്തിൽ നൂറുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ വിട്ടുപിരിഞ്ഞില്ലേ? ഒരു വ്യാഴാഴ്ച ദിവസമല്ലേ? സാധാരണ വ്യാഴാഴ്ച 12 മണിക്ക് ദാറുൽ ഹുദയിൽ നിന്ന് ചമ്മാട്ട് നിന്ന് വീട്ടിലേക്ക് പോകുന്ന ശൈഖുന അന്ന് ആ 12 മണിക്ക് വീട്ടിൽ നിന്നും ചമ്മാട്ടേക്ക് വരികയാണ്. കൂട്ടുകാരന്റെ അടുത്തേക്ക്, ദാപ്പുട്ട് ഹാജിയുടെ അടുത്തേക്ക് ഇരുവർക്കും സ്വർഗം കൊടുത്തിട്ട് ഇരുവരുടെ ഹക്ക് ജാതി ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട സമസ്തയുടെ മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഫത്ത് മുസീബത്ത് അപകടങ്ങളിൽ നിന്നും തമ്പുരാൻ നമ്മെ കാക്കട്ടെ. ഇത് കേൾക്കുന്നവരെയും കാക്കട്ടെ. വിദേശ നാടുകളിൽ നിന്ന് തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ വിഷമങ്ങളൊക്കെ അകറ്റട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു കാക്കട്ടെ. ഇതാണ് റഹ്മാനെ. ഇനി റഹീമുണ്ടല്ലോ.
ആരാണ് റഹീം? ഇമാം ഖുർത്തുബി തങ്ങൾ നമ്മെ അറിയിക്കുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് വല്ല വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ വലിയ പ്രതീക്ഷയുള്ള ആളുമാണ്. ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഊഫുർ റഹീം. അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട രണ്ട് നാമമാണ് റഊഫ് എന്ന്, റഹീം എന്ന്. ആ പേരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തമ്പുരാൻ നൽകിയത്. ഖുർത്തുബി തങ്ങളുടെ വ്യാഖ്യാനത്തിൽപ്പെട്ട ഒരു വ്യാഖ്യാനം റഹീം, അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബേ, മുത്തുനബിയോടുള്ള പ്രേമം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ തൗഫീഖ് നൽകണമേ. മരിച്ച ഖബറിലേക്ക് ഞങ്ങളെ കിടത്തിയിട്ട് മാ ഹദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ നൽകണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബിന്റെ ഉമ്മത്തിന് രക്ഷ നൽകണേ അല്ലാഹ്. മുത്തുനബിന്റെ ഉമ്മത്തിനെ തകർക്കുന്ന ശത്രുക്കൾക്ക് നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. അവരുടെ ജംഇയ്യത്തിനെ ഫിർഖത്തിലും ദില്ലത്തിലുമാക്കണേ അല്ലാഹ്. അൽഹാഖ, ഖിയാമത്ത് നാൾ. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം ഇതാ സ്ഥിരപ്പെടുന്ന ആ ദിവസം. അസത്യവും അതേ സത്യവും വേർതിരിക്കുന്ന ദിവസം. അൽഹാഖ, ഖിയാമത്ത് നാൾ. മൽഹാഖ, എന്താണ് ഖിയാമത്ത് നാൾ? വമാ അദ്റാക മൽഹാഖ, ഖിയാമത്ത് നാൾ എന്താണെന്ന് നബിയേ അങ്ങേക്കറിയുമോ? ഖിയാമത്ത് നാളിനെ കുറിച്ച് വളരെ ശ്രദ്ധിച്ചിട്ട് അതിലേക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് ഭൂമിയിൽ ഒരു അട്ടിമറി വരാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ചില മുൻഗാമികളായ പ്രവാചകന്മാരുടെ കഥകൾ നമ്മെ അറിയിക്കുകയാണ്. കദ്ദബത് സമൂദ്, സമൂദ് ഗോത്രക്കാർ നിഷേധിച്ചു. വആദുൻ, ആദ് വിഭാഗം ആളുകളും ബിൽഖാരിയ, ഖിയാമത്ത് നാളിലെ അവർക്ക് വരുന്ന അത്യാപത്തിനെ അവർ നിഷേധിച്ചു. വിശദീകരിക്കുന്നു തമ്പുരാൻ. ഫഅമ്മാ സമൂദ്, അപ്പോൾ സമൂദ് ഗോത്രക്കാർ ഫഉഹ്ലികൂ, അവർ നശിക്കപ്പെട്ടു. ബിത്താഗിയ, പരിധിവിട്ടത് കാരണമായിട്ട്. പരിധിവിട്ടാൽ അല്ലാഹു നമ്മെ നശിപ്പിക്കും. സൂറത്ത് ശംസിൽ അല്ലാഹു സംഭവം നമ്മെ വിശദീകരിച്ചിട്ടുണ്ട്. കദ്ദബത് സമൂദ് ബിതഗ്വാഹാ, സമൂദ് ഗോത്രക്കാർ അവർ നിഷേധിച്ചു. ആര് നിഷേധിച്ചു? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ബിതഗ്വാഹാ, അവർ പരിധി വിട്ടത് കാരണമായിട്ട്. എപ്പോഴാണ് പരിധി വിട്ടത്? ജനങ്ങൾ നല്ലവരായിരുന്നു, പക്ഷേ അവരുടെ പരിധി അവർ വിട്ടു. എപ്പോൾ? അവരിൽ നിന്നും ഒരു തമ്മാടി പുറപ്പെട്ട സമയത്ത് ആളുകളൊക്കെ അവന് സപ്പോർട്ട് ചെയ്തു. ആളുകൾ ആ ധിക്കാരിയെ അനുകൂലിച്ചു. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
അവഗണിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹി സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, വസുഖിയാഹ അതിന്റെ പൊടിയെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഒട്ടകം ഒരു ദിവസം നിങ്ങൾക്ക് പാല് ചുരത്തി തരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കുടിച്ചോളൂ. ഒരു ദിവസം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, അത് ഒട്ടകം കുടിക്കട്ടെ, അത് നിങ്ങൾ തടസ്സം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിനെ അവർ നിഷേധിച്ചു. ആ ഒട്ടകത്തെ അവർ കൊല്ലുകയും ചെയ്തു. ഫദംദമ അലൈഹിം റബ്ബുഹും അവരുടെ റബ്ബ് അവരുടെ മേൽ തകിടം മറിച്ചു, നാടിനെ തകിടം മറിച്ചു. ബിദംബിഹിം അവരുടെ ദോഷം കാരണമായിട്ട് ആ നാടിനെ നാമാവശേഷമാക്കി. ദോഷം ചെയ്താൽ പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മദ്യപാനി വന്നിട്ട്, ഏതെങ്കിലും പലിശക്കാരൻ വന്നിട്ട്, ഏതെങ്കിലും ധിക്കാരി വന്നിട്ട് നിലവിലുള്ള സംവിധാനങ്ങളെ തകർത്തി തരിപ്പണമാക്കിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ ഒപ്പം കൂടിയാൽ അല്ലാഹു അവരെ വിടുകയില്ല. മൗനാനുവാദം നൽകി അവരെ വിട്ടില്ല. എല്ലാവരെയും റബ്ബ് പാഠം പഠിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിലേക്കുള്ള ഒരുക്കങ്ങൾ നാം നടത്തണം. അതേ ചില കഥകൾ നാം ഉൾക്കൊള്ളണം. രണ്ടാമത്തെ കഥ അപ്പോൾ ആദ് ഗോത്രക്കാർ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ് ഗോത്രത്തിലേക്ക് നബിയായി വന്നത്. പക്ഷേ ആ നബിയുടെ വാക്കവർ കേട്ടില്ല. അവരും നശിക്കപ്പെട്ടു. ബരീഖിൻ സർസരിൻ ആതിയ ശക്തിയായി ഞടിച്ചു വീശുന്ന കാറ്റുകൊണ്ട് സഹറഹ ആ കാറ്റിനെ അല്ലാഹു അധികാരിയാക്കി. അലൈഹിം അവരുടെ മേൽ സബ്അലയാലിൻ 7 രാത്രികളിൽ വസമാനിയത അയ്യാം 8 പകലിലും ഇതാ അധികാരിയാക്കുകയാണ്. ഹുസൂമാ തുടർച്ചയായി കാറ്റ് വരികയാണ്. കാറ്റ് നിൽക്കുന്നില്ല. ഫതറൽ ഖൗമ ഫീഹാ ആ കാറ്റ് കാരണത്താൽ നബിയെ ആദ് ഗോത്രക്കാരെ അങ്ങ് കാണുന്നതാണ്. നശിച്ചവരായി കാണുന്നതാണ്. ഏതുപോലെ കഅന്നഹും മഅജാദു നഖ്ലിൻ ഖാവിയ വീണ് തകർന്നു പോയ ഈ ചപ്പന മരത്തിന്റെ തടികളെ പോലെ 400 മുഴം നീളമുള്ളവർ പർവ്വതങ്ങളെ കൈകൊണ്ട് മാന്തിയിട്ട് വീടുണ്ടാക്കിയവർ അവരെ അല്ലാഹു ഈ ചപ്പന മരങ്ങൾ തകർന്നു വീണാൽ അതേപോലെയാക്കി മാറ്റി. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ അവർക്ക് വല്ലതും അവശേഷിച്ചിട്ടുണ്ടോ? എല്ലാം തകർന്നില്ലേ? വജാഅ ഫിർഔനു ലഅനത്തുല്ലാഹി അലൈഹി ഫിർഔനും വന്നു. വമൻ ഖബലഹു ഫിർഔനിന്റെ മുമ്പുള്ളവരും വന്നു. വൽ മുഅ്തഫികാത്തു അതേ ഭൂമി തകർത്തിയ തകിടം മറിച്ച ഒരു വിഭാഗവും വന്നു. ബിൽ ഖാതിഅ തെറ്റി കാരണമായിട്ട് അവർക്ക് ശിക്ഷ വന്നു. ഫഅസൗ അവർക്കുള്ള പണിഷ്മെന്റ് എന്താണ്? അവർ എതിര് പ്രവർത്തിച്ചു. റസൂല റബ്ബിഹിം അവരുടെ റബ്ബിന്റെ റസൂലിന് എതിര് പ്രവർത്തിച്ചു. ഫഅഖദഹും അഖദതർ റാബിയ രാജനായ റബ്ബുൽ ഇസ്സത്ത് ശക്തിയായ രീതിയിൽ അവരെ പിടികൂടി.
മുഅ്മിനുകളെ കേട്ടോളൂ, മുഅ്മിനാത്തുകളെ കേട്ടോളൂ. വിദേശ നാടുകളിൽ നിന്ന് ഈ ശബ്ദം സലാഹുദ്ദീൻ ഫൈലി ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ ഒരുക്കി വെച്ച ഈ ദർസ് വാർഷികത്തിലുള്ള ഈ പാവപ്പെട്ട ഫഖീറിന്റെ വാക്ക് കേട്ടോളൂ. ഇത് റബ്ബിന്റെ കലാമാണ്. ഇത് ലോകത്തുള്ളവർക്കൊക്കെ വളരെ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇന്നാലമ്മ തകർന്ന തമ്പുരാന്റെ കലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കേൾപ്പിച്ചു. വെള്ളം ഉയർന്നപ്പോൾ ഹമൽനാക്കും നിങ്ങളെ നാം വഹിച്ചു, ഫിൽജാരിയ കപ്പലിൽ വഹിച്ചു, ഹമൽനാക്കും നിങ്ങളെ എന്നാണ് പറഞ്ഞത്. ആരെയാണ്? നമ്മളെയാണ്. നാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ വിശ്വാസികളായ നമ്മുടെ ഉപ്പാപ്പമാർ കയറിയിട്ടുണ്ട്, നമ്മുടെ ഉമ്മാമ്മമാർ കയറിയിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളെ കപ്പലിൽ നാം വഹിച്ചു. അതേ, അവരുടെ മക്കളാണ് നാം, അവരുടെ പേരമക്കളാണ് നാം. പടച്ചവന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട വിശ്വസിച്ച ആ മഹാന്മാർക്ക് ദർജകൾ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അവരില്ലെങ്കിൽ നമ്മളില്ല. ഉമ്മയില്ലെങ്കിൽ നാമുണ്ടോ? ഉപ്പയില്ലെങ്കിൽ നാമുണ്ടോ? ഇല്ലല്ലോ. അന്ന് നമ്മെ രക്ഷപ്പെടുത്തി. അതേ, നിങ്ങളെ രക്ഷപ്പെടുത്തി. അവർ രക്ഷപ്പെട്ടു. നാമം ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം നൽകി. സുഹൃത്തുക്കളെ കേട്ടോളൂ. അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അലാ അറിയണേ, ഇന്ന റജബ തീർച്ചയായിട്ടും റജബ് മാസം മിനൽ അശ്ഹുരിൽ ഹറം ആദരണീയമായ മാസങ്ങളിൽപ്പെട്ടതാണ്. വഫീഹി ആ മാസത്തിൽ ഹമലല്ലാഹു നൂഹൻ ഫിസ്സഫീന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കപ്പലിലേക്ക് അല്ലാഹു കയറ്റി. ഫസാമഹു അതേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിൽ വെച്ച് നോമ്പ് നോറ്റു. ഫസാമഹു നൂഹുൻ അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിൽ വെച്ച് നോമ്പ് നോറ്റു. ഫിസ്സഫീന കപ്പലിൽ വെച്ച്. വഅമറ മൻ കാന മഅഹു കൂടെയുള്ളവരോട് മഹാനവറുകൾ കൽപ്പിച്ചു. ബിസിയാമിഹി നോമ്പനുഷ്ഠിക്കൽ കൊണ്ട്. ഫഅൻജാഹുമുല്ലാഹു തആല അപ്പോൾ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. റജബ് മാസത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ വെച്ച് പകൽ സമയത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്. കൂടെയുള്ളവരോടും നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വഅമിനഹും മിനൽ ഗർഖ് ആ നോമ്പ് കാരണമായിട്ട് മുങ്ങലിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി. വതഹ്തറൽ അർള മിനൽ കുഫ്രി വത്തുഗ്യാൻ അതേ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും എല്ലാ അവിശ്വാസങ്ങളിൽ നിന്നും അല്ലാഹു ഭൂമിയെ രക്ഷപ്പെടുത്തി. തൂഫാനിൽ നിന്നും രക്ഷപ്പെടുത്തി. അതെ, ആ തങ്കമായ ആളുകളുണ്ടല്ലോ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആളുകളുണ്ടല്ലോ, അവർ കപ്പലിൽ കയറിയപ്പോൾ അവരുടെ ഇന്ദ്രിയത്തുള്ളികളിൽ അവരുടെ ഒരു പോയിന്റിൽ നാമമുണ്ടായിരുന്നു. മുത്തുനബിന്റെ ഉമ്മത്തെ എന്തിനാണ് ഇത് പറയുന്നത്? ലിനജ്അല ഹാലകും തദ്കിറതൻ നിങ്ങൾക്കത് ചിന്തിക്കാൻ വേണ്ടി, നാം അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഓർമ്മിക്കണം കേട്ടോ. നിങ്ങളുടെ കാതുകളൊക്കെ സസൂക്ഷ്മം അത് ശ്രവിക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കപ്പൽ നമുക്ക് നൽകുന്നത് എന്താണ്? പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് നാം കയറി ചെന്നാൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലായാലും നമ്മുടെ നായകർ ഉമർ അലി
അലി തങ്ങളുടെ വീട്ടിലായാലും അല്ലാഹു ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. നമ്മെ നയിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലായാലും ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി തങ്ങളുടെ വീട്ടിലായാലും അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിലായാലും ബഷീർ അലി തങ്ങളുടെ വീട്ടിലായാലും ഹമീദ് അലി തങ്ങളുടെ വീട്ടിലായാലും റഷീദ് അലി തങ്ങളുടെ വീട്ടിലായാലും കപ്പലവിടെ കാണും. തങ്ങൾ പാപ്പാന്റെ വലിയ തങ്ങൾ പാപ്പാന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ കപ്പല് കാണും. കപ്പലും നാമം ബന്ധമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുടെ ആളുകളാണ് നമ്മള്. വലിയ പ്രളയമുണ്ടായി, വലിയ കൊടുങ്കാറ്റുണ്ടായി. കേട്ടോളൂ ഒരു ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഔസാനി ഖലീലി, എന്റെ ചങ്ങാതി എന്നോട് ഉപദേശിച്ചു. ബി അർബഇ കലിമാത്തിൻ, 4 കൽപ്പനകളെ കൊണ്ട്. ഹുന്ന ഇലയ്യ, ആ 4 കൽപ്പനകൾ എന്നിലേക്ക് അഹബ്ബു, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലെ സർവവസ്തുക്കളെക്കാളും ആ 4 കൽപ്പനകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഖാലല്ലി, എന്നോട് പറഞ്ഞു, യാ അബൂദർ, ഏ അബൂദർ, അഹ്കിമിസ് സഫീനത, കപ്പലിനെ നീ നിയന്ത്രിച്ചു. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രം ആഴം കൂടിയതാണ്. അതുകൊണ്ട് കപ്പലിനെ നിയന്ത്രിച്ചോളണം. പ്രഗത്ഭനായ കപ്പിത്താനാകണം. ഓരോരുത്തരും കപ്പിത്താനാകണം. വളരെ ശ്രദ്ധ വേണം സഹോദരങ്ങളെ. കപ്പിത്താൻ ഒരു ശ്രദ്ധ പിഴച്ചാൽ അപ്പോഴല്ലേ അപകടങ്ങൾ സംഭവിക്കുക. ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്നില്ലേ? ജോസഫ് ആൻഡ്രൂസ് നിർമ്മിച്ചില്ലേ? ഒരിക്കലും തകരാത്തത് എന്ന് പേരിട്ടില്ലേ? ആ കപ്പൽ തകർന്ന് തരിപ്പണമായില്ലേ? 1500 ആളുകൾ മരണപ്പെട്ടില്ലേ? ഓരോ ഏപ്രിൽ 14 വരുമ്പോഴും ടൈറ്റാനിക്കിനെ കുറിച്ച് ലോകം ഓർമ്മിക്കുന്നില്ലേ? അതുകൊണ്ട് നാം കപ്പിത്താന്മാരാണ്. കടലിലുള്ള പാറക്കെട്ടുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഹിമക്കെട്ടുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അടിയൊഴുക്കുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മൺകെട്ടുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മൺപെട്ടകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വലിയ വലിയ ചുഴികൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കടൽ കൊള്ളക്കാരെ നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കപ്പല് കവർച്ച ചെയ്യും, കപ്പല് കൂട്ടിമുട്ടിത്തകരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രം ആഴം കൂടിയതാണ്. നശിച്ചാൽ തിരിച്ചു കിട്ടൂല, നശിച്ചാൽ തിരിച്ചു കിട്ടൂല. ഏതാണ് കപ്പല്? ഏതാണ് കടല്? സുഹൃത്തുക്കളെ, നമ്മുടെ കപ്പൽ നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ നന്മകളാണ്, നമ്മുടെ നിസ്കാരമാണ്, നോമ്പാണ്, സകാത്താണ്, നമ്മുടെ ഹജ്ജാണ്, നമ്മുടെ ഫർളും സുന്നത്തുമായ കാര്യങ്ങളാണ്. അതുകൊണ്ടത് തകരരുതേ സഹോദരങ്ങളെ, കൂട്ടുമുട്ടരുതേ സഹോദരങ്ങളെ. അതേ ഗീബത്തിലും നമീമത്തിലുമായി ചിലവഴിക്കല് സഹോദരങ്ങളെ. ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രം ആഴം കൂടിയതാണ്. സമുദ്രം ഏതാണെന്നറിയുമോ? അത് ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ അല്ല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട സമൂഹ ഗോത്രക്കാരുടെ കാര്യം പറഞ്ഞു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കരിച്ചവരുടെ കഥ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലംഘിച്ച ആളുകളുടെ കഥ പറഞ്ഞു. ഫിർഔനിന്റെ അനുയായികളുടെ കഥ പറഞ്ഞു. ഒരുപാട് കഥകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, പാഠം പഠിക്കും, സുഹൃതം ചെയ്തോളൂ. ഒരിക്കലും തന്നെ ഉമ്മത്ത് നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഓളങ്ങൾ ഒരിക്കലും ശാന്തമായി കിട്ടൂല. ശാന്തത നമുക്ക് ഈ ഭൂമിയിൽ കിട്ടൂല. കപ്പലാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതേ, ഇന്നാലമ്മാ തഗൽമാഉ, തീർച്ചയായിട്ടും വെള്ളം കയറിയപ്പോ നിങ്ങളെ നാം ചുമന്നു, കപ്പലിൽ ചുമന്നു എന്ന് പറയുമ്പോ കപ്പലിന്റെ അവസ്ഥയാണ്
ഉമ്മത്തെ നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ബിതാനതൻ, നിങ്ങളുടെ ഉള്ളുകൊള്ളികൾ നിങ്ങൾ വെളിവാക്കരുത്, മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്തവരുടെ മുമ്പിൽ, മറ്റുള്ള സമുദായങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ രഹസ്യങ്ങളെ നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ അവർക്ക് വല്ലതും കിട്ടിയാൽ ലാ യഅലൂനകും ഖബാലാ, ശക്തിയായ നാശമുണ്ടാക്കുന്നതിൽ അവർ വീഴ്ച വരുത്തൂല. ശക്തിയായ നാശം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നതാണ്. വദ്ദൂമ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുള്ളതിനവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അത് ബദത്തിൽ ബഹ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായയിലൂടെ വിദ്വേഷങ്ങൾ തീർച്ചയായിട്ടും വെളിവായിരിക്കുന്നു. വിദ്വേഷം വിഷലിപ്തമായതാണ്, വിഷലിപ്തമായ വാക്കുകളാണ്. എത്രയെത്ര ആളുകളാണ് വിഷലിപ്തമായ വാക്കുകൾ പറയുന്നത്. കൊല്ലത്തുള്ള ഒരാൾ, പേരോർമ്മ വരുന്നില്ല, ഒരു സംസാര മധ്യത്തിൽ വിഷലിപ്തമായ വാചകം പറയുന്നൊരു സഹോദരിയോട് നിർത്താൻ സമയമായി എന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞില്ലേ? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്ന് കുഞ്ഞുകാലത്തെ സ്കൂളിൽ വെച്ച് നാം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രതിജ്ഞ ചെയ്ത ആളുകൾ കരാർ ലംഘിക്കുന്നുണ്ട്. വളർന്നു വലുതായി സ്വാധീനമുണ്ടാകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, വിഷലിപ്തമായ വാചകങ്ങൾ അവരുടെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊലക്കത്തി മുന്നിൽ വെച്ചുകൊണ്ട് പലവെട്ടുമെന്ന് പറയുന്നവരുണ്ട്. വളരെ മോശമായിട്ട് ഈ സമൂഹത്തെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. വമാ തുഖ്ഫീ സുദൂറുഹും, അവരുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചത് അക്ബർ, അത് ഏറ്റവും വലുതാണ്. പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പദ്ധതികൾ അവരുടെ ഉള്ളുകളിലുണ്ട്. അത് ബയ്യന്നാലകുമുൽ ആയാതി, അടയാളങ്ങൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കുകയാണ്. ശ്രദ്ധിച്ചോ, കപ്പലിൽ കയറുന്നത് പോലെ, സഞ്ചരിക്കുന്നത് പോലെ വളരെ ശ്രദ്ധിച്ചോ. ഇൻ കുന്തും തഖിലൂ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും, ഏ സമൂഹമേ, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അവരെ ഇഷ്ടം വെക്കുന്നു. വലാ യുഹിബ്ബൂനകും, അവർ നിങ്ങളെ ഇഷ്ടം വെക്കുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലി, എല്ലാ ഗ്രന്ഥങ്ങളെ കൊണ്ടും എല്ലാ വേദങ്ങളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നു. വഇദാ ലഖൂകും, നിങ്ങളെ അവർ കണ്ടുമുട്ടുമ്പോൾ ഖാലൂ ആമന്നാ, അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. വഇദാ ഖലൂ, അവർ മാറിപ്പോയാൽ അല്ലാഹു അലൈക്കുമുൽ അനാമിന മിനൽ ഗൈദ്, ദേശം കാരണത്താൽ ഈ ഉമ്മത്തിന്റെ വളർച്ചയും വീഴ്ചയും കണ്ടിട്ട് അസൂയ പൂണ്ടിട്ട് ഇതാ അവരുടെ കൈവിരലുകൾ അവർ കടിക്കുന്നു. ഖുൽ, നബിയേ തങ്ങൾ പറയുവേ, മൂത്തോടുകയിലേക്കും നിങ്ങളുടെ ദേശം കൊണ്ട് നിങ്ങൾ ചരമഗീതം പാടിക്കോളൂ. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയത്തിലുള്ള കാര്യം തമ്പുരാൻ അറിയും. ഉമ്മത്തേ, ഇൻ തംസസ്കും ഹസനത്തുൻ, നിങ്ങൾക്കൊരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ തസ്ഉഹും, അവർക്ക് വിഷമമാണ്. വഇൻ തുസിബുകും സയ്യിഅത്തുൻ, നിങ്ങൾക്കൊരു തിന്മ വന്നു കഴിഞ്ഞാൽ യഫ്റഹൂ ബിഹാ,
അതുകൊണ്ടവർ സന്തോഷിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഒരു നിയമം വന്നപ്പോഴേക്കും യതീംഖാനകൾ, മദ്രസകൾ, അറബിക് കോളേജുകൾ പൂട്ടാൻ വേണ്ടി ഓടുകയാണ്. ഈ ഉമ്മത്ത് വളരില്ലല്ലോ, ഈ ഉമ്മത്തിൽ നിന്നും IAS ഓഫീസർമാരുണ്ടാവില്ലല്ലോ. എത്രയെത്ര യതീംഖാനകളാണ് ബാഫഖി തങ്ങളുടെ നാമധേയത്തിൽ ശൈഖുനാ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ എത്രയെത്ര മക്കളെയാണ് പഠിപ്പിച്ചത്. മൗലാന മാനു മുസ്ലിയാർ എത്രയെത്ര ആളുകളെയാണ് പഠിപ്പിച്ചത്. എത്രയെത്ര സ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ കാളികാവിലുള്ള ബാപ്പുഹാജി സ്ഥാപനം ഇതാ സമുദായത്തിന് നൽകുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണം 2 കൊല്ലം കിട്ടിയത് കറാച്ചി ബാപ്പുഹാജിയുടെ ഭക്ഷണമാണ്. ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന, ആളുകളെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെച്ചം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 7ാം തരത്തിൽ തോറ്റ അബൂബക്കർ സിദ്ദീഖ് എന്ന ചെറുപ്പക്കാരൻ, കീഴ്ശേരിയിലെ കൂലിപ്പണിക്കാരന്റെ മകൻ, ജാർഖണ്ഡിൽ കലക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കലക്ടറാണ്. മുക്കം ഓർഫനേജിലെ മുഹമ്മദ് അലി ശിഹാബ് നാഗാലാൻഡിൽ കലക്ടറാകാൻ പോകുകയാണ്. രാജാക്കന്മാരുടെ രാജ്യമായ മൈസൂരിലെ മാണ്ഡ്യ ജില്ല ഭരിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട കലക്ടറാണ്. മമതാ ബാനർജിയുടെ കലക്ടറായി കൊണ്ടുപോയത് പെരുമ്പാവൂരിലെ സലീമിനെയാണ്. രാജ്യം പുരോഗമിക്കുന്ന സമയത്ത്, വളരുന്ന സമയത്ത് കാണാൻ ചില ആളുകൾക്ക് ചില എന്നാണ് പറഞ്ഞത്. നാട് പുരോഗമിക്കണം, ഇത് ഗാന്ധിജിയുടെ നാടാണ്, ഇത് KR നാരായണൻ സാറിന്റെ നാടാണ്, ഇത് സൗഹൃദത്തിന്റെ രാജശില്പികളുടെ നാടാണ്. ഈ നാട്ടിൽ വിദ്വേഷമുണ്ടാവാൻ പാടില്ല, ഈ നാട്ടിൽ അനൈക്യമുണ്ടാവാൻ പാടില്ല. ഖേദകരമെന്ന് പറയട്ടെ, എന്റെ വീടിന്റെ അടുത്തുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ച് അവസാനമായി പറഞ്ഞത് MA ഫാത്തിമി ഗജീന്ദർ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ വായിച്ചിട്ടില്ലേ? അലിഗഡിനൊരു ക്യാമ്പസ് വേണമെന്ന് പറഞ്ഞില്ലേ? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് ചേലാമലയിലില്ലേ ഹോട്ടൽ ഭീഷണിയിലല്ലേ? എന്നും ആരാന്റെ വിറക് വെട്ടികളാകണം, എന്നും വെള്ളം കോരാറുണ്ടോ എന്ന് ചോദിക്കുന്നവരാകണം, എന്നും കുട നേരാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നവരാകണം, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ തഖ്വയുള്ളവരാകുകയും ചെയ്യുകയാണെങ്കിൽ, സബൂർ വേണം സഹോദരങ്ങളെ, തഖ്വ വേണം സഹോദരങ്ങളെ. മറ്റു സമുദായത്തിലുള്ള ആളുകളുടെ വിഷമങ്ങൾ നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. നമ്മുടെ പൂർവിക സൂരികൾ അത് കാണിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. വാഴക്കാട്ടമ്പലക്കമ്മറ്റിക്കാർ കണ്ണിയത്ത് ഉസ്താദിന് റോഡൊരുക്കി കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഇന്നും സമസ്തയുടെ കോഴിക്കോട്ട് ആസ്ഥാന മന്ദിരം കാവൽ നിൽക്കുന്നത് സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കളാണ് സഹോദരങ്ങളെ. നമ്മുടെ സുപ്രഭാതത്തിന് വേണ്ടി ഏറ്റവും നല്ല പത്രമാണല്ലോ, പത്രങ്ങളിൽപ്പെട്ട പത്രമാണല്ലോ. രാജശേഖരനെയും സജീവനെയും നാം നിയമിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. എന്തുകൊണ്ട്? ഒരിക്കലും തന്നെ വർഗീയമായ കാഴ്ചപ്പാട് ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കുരക്കുന്നവർ കുരക്കട്ടെ, ചിലക്കുന്നവർ ചിലക്കട്ടെ. എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും മിത്രങ്ങളാണ്, എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ നാം വേദനിച്ചത്. അതേ കൊല്ലത്തുള്ള ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് മരണപ്പെട്ട സഹോദരന്മാർ, അവരുടെ ജാതി നാം നോക്കിയിട്ടുണ്ടോ? അവരുടെ മതം നോക്കിയിട്ടുണ്ടോ? ആ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ, ആ കുടുംബത്തിലുള്ള രോഗികൾക്ക് ശിഫ നൽകട്ടെ. ആ കുടുംബങ്ങൾക്ക് നാം അനുശോചനം നൽകിയില്ലേ? പരപ്പനങ്ങാടിയിൽ സുബഹി നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴല്ലേ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന 65കാരൻ ഇതാ റെയിൽവേ ട്രാക്കിലൂടെ രാമൻ എന്ന് പറയുന്ന കേൾവിയില്ലാത്ത ഒരാൾ നടക്കുന്നത് കണ്ടത്. രാമ എന്ന് വിളിച്ചിട്ട് രക്ഷപ്പെട്ട
രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ഇരുവരും മരണപ്പെട്ടില്ലേ? നൗഷാദിനെ മറക്കാൻ യുവാക്കളെ നമുക്ക് കഴിയുമോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയുമായി വന്നു. ഒരു കടയിൽ ഒരു ചായ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ആളുകളൊക്കെ വിളിക്കുന്നത്, ആളുകൾ ഓടുന്നത്. ഒരു ഗർത്തത്തിൽ ആന്ധ്രാപ്രദേശിലെ 2 ഹൈന്ദവ സഹോദരന്മാർ അകപ്പെട്ടിരിക്കുന്നു. മുക്കം സ്വദേശി നൗഷാദ് മോൻ ചാടിയില്ലേ? രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ആ ചെറുപ്പക്കാരനും മരണപ്പെട്ടില്ലേ? ഒരു വിശ്വാസത്തെ വർഗീയവാദിയാകാൻ കഴിയൂല. വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല. ആരെക്കുറിച്ചാണ് നബിയെ അങ്ങ് പറയുന്നത്? ഇവൻ കാരണമായിട്ട് ഇവന്റെ അയൽവാസി ഭയപ്പാടിലാണെങ്കിൽ അവൻ മുഅ്മിനല്ല. ആരാണ് മുഅ്മിൻ? അൽ മുഅ്മിനു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് മുഅ്മിൻ? മൻ, ഒരാളാണ് അമിന ബിഹിന്നാസ്, ഇവൻ കാരണമായിട്ട് ജനങ്ങൾ നിർഭയരായിട്ടുണ്ട്. പൊന്നു മുഖമക്കര ധരിച്ച കുഞ്ഞമ്മമാരെ, പുരുഷമാല അണിഞ്ഞ അന്നമ്മ ചേച്ചി നിങ്ങളെ കാണുമ്പോൾ പേടിച്ചു വിറക്കുന്നുണ്ടോ? കുഞ്ഞമ്മോ, നീ മുഅ്മിനല്ല. സുഹൃത്തുക്കളെ, തൊട്ടുതൊട്ട പൊന്നമ്മ ഭയപ്പെടുന്നുണ്ടോ? നാം മുഅ്മിനത്തല്ല. ഉണ്ണി നമ്മെ പേടിക്കുകയാണ്, എന്നാൽ ഉണ്ണീൻ ഹാജി മുഅ്മിനല്ല. അതുകൊണ്ട് നാം സൗഹൃദത്തിന്റെ ആളുകളാണ്, സ്നേഹത്തിന്റെ ആളുകളാണ്. നാളെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഷെയ്ഖുനാ അലിക്കുട്ടി ഉസ്താദിന്റേതുണ്ടാകും, പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങളുടേതുണ്ടാകും, മുസ്ലിം നേതാക്കന്മാരുടേതുണ്ടാകും. ഇത് നമ്മുടെ ദുഃഖമാണ്, കേരളത്തിന്റെ മാത്രം ദുഃഖമല്ല, രാഷ്ട്രത്തിന്റെ ദുഃഖമാണ്. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ തഖ്വയും വേണം. പകല് തൊപ്പിയും രാത്രി കുപ്പിയും നടക്കൂല. പ്രേമരോഗം പിടികൂടിയാൽ നടക്കൂല. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന പെൺകുട്ടികളായാൽ നടക്കൂല. അന്യപുരുഷന്മാരുടെ കൂടെ കിടപ്പറ പങ്കിടുന്നവരായാൽ നടക്കൂല. ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും ഈരോഡിലേക്കുമൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചിട്ട് കാമുകന്റെ കൈപിടിച്ച് കുട്ടികളുമായി വരുന്ന ജീവിത രീതി ഇസ്ലാം അനുകൂലിക്കുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, കല്യാണ ദിവസമല്ലേ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി, സുബ്ഹാനല്ലാഹ്, കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്നത്, മതം മാറുന്നത് ഈ ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. മഹ്കിമി സഫീനത, കപ്പലിനെ നീ നിയന്ത്രിച്ചോ. എന്തുകൊണ്ടെന്നാൽ ഫൈനൽ ബഹർ അമീഖ്, സമുദ്രം ആഴം കൂടിയതാണ്. വളരെ ശ്രദ്ധിച്ചോളി, അപകടം ഉണ്ടാകില്ല. വളരെ കടൽ മാതിരി തന്നെ ശാന്തത ഉണ്ടാവൂല. തിരമാല താഴ്ന്നിട്ട് തോണിയിറക്കാൻ, ബോട്ടിറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇടുക്കണ പണി നമ്മൾ എടുക്കുക. എല്ലാ പണിയും നമ്മൾ എടുക്കുക. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം. ഇതൊരു വലിയൊരു മഹല്ലാണ്. ഞാൻ പറയുന്നു മക്കളെ, ഒരു ആംബുലൻസ് നിങ്ങൾ ഈ മഹലിലുണ്ടാക്കണം. ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഒരു ആംബുലൻസ് വേണം നമ്മുടെ നാട്ടില്. എന്തിനാണത്? പരിസര ഭാഗത്തുള്ള ആളുകൾ ഇതാ ചമ്പ്ര ദർസിലേക്ക് വിളിച്ചാൽ വണ്ടി കിട്ടും, ഉടനെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു അഭ്യുദയകാംക്ഷി വിചാരിച്ചാൽ നടക്കും. ബഹുമാനപ്പെട്ട SKSF ജില്ലാ കമ്മിറ്റി മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഒരു ആംബുലൻസ് നൽകി. ഈ വിനീതൻ പറഞ്ഞു, നമ്മളെ റഫീഖ് അഹമ്മദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്താ ചെയ്യാ വെച്ചു. ഞാൻ വിളിച്ചു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാനാർ ഇസ്മായിൽ കുഞ്ഞ് ഹാജിക്ക് ഞാൻ വിളിച്ചു. ഏറ്റവും നല്ല ആംബുലൻസ് വേണം, 12,06,000 രൂപയുടെ ആംബുലൻസ്, എല്ലാ സംവിധാനങ്ങളുള്ള ആംബുലൻസ്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആ ആംബുലൻസ് അവിടെ പുറത്തിറക്കുകയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാം നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2
നിന്റെ പിരടിയെ നീ താഴ്ത്തിക്കോ. ഫൈനൽ അഖബതഊദ്. കടമ്പകൾ പ്രയാസമേറിയതാണ്. വിവിധ കടമ്പകൾ നമുക്ക് നേരിടാനുണ്ട്. അതുകൊണ്ട് പിരടി താഴ്ത്തിക്കോ, നല്ലോം ഭാരം ചുമന്നോ. തലക്കടത്തൂരിൽ 4 കൊല്ലം ദർസിൽ പഠിച്ചിട്ടുണ്ട്. ഇരിങ്ങാവൂരിലെ അമ്പലംകുന്നിലും പഠിച്ചിട്ടുണ്ട്. വളവന്നൂർ ജമാഅത്ത് പള്ളിയിലും പഠിച്ചിട്ടുണ്ട്. തലക്കടത്തൂരിൽ നിന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, രാവിലെ ചായ തന്നിരുന്ന അരിക്കനട്ട് സൈദലവി. പോർട്ടറാണ്, മരിച്ചുപോയി, അല്ല പുറത്തു കൊടുക്കട്ടെ. അരിക്കനട്ടിൽ നിന്നും ചാക്ക് ചുമക്കുകയാണ്. പുറത്ത് ചുമന്നുകൊണ്ട് ലോഡ് കയറ്റുകയാണ്, ലോഡ് ഇറക്കുകയാണ്. ഭാരം കൂടിയാൽ തലയിൽ വെക്കുന്നതിനേക്കാളും വെക്കാൻ കഴിയുക അത് പുറത്തു വെക്കലാണ്, ചുമത്തുവെക്കലാണ്. നമ്മുടെ നാടുകളിലുള്ള ഇന്ന് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ, ഹോസ്പിറ്റലുകൾ, മറ്റു സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ നന്നായി ഭാരം ചുമന്ന് ജീവിച്ചവരാണ്. നല്ലോം ചുമന്നോളൂ, നല്ലോം ചുമന്നോളൂ. ഊഴങ്ങൾ പ്രയാസമേറിയതാണ്. മഹശറയിലെ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞോ, കഴിഞ്ഞില്ല. സിറാത്ത് പാലം വെട്ടിക്കടക്കാനുണ്ട്. സിറാത്ത് പാലത്തിൽ 7 കടമ്പകളുണ്ട്. ഒന്നാമത്തെ കടമ്പയിൽ വെച്ച് ചോദിക്കുന്നത് ഈമാനിനെ കുറിച്ചാണ്, വിശ്വാസത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആഇന് നേതൃത്വം നൽകുന്ന പണ്ഡിതപ്രതിഭ, മഹാനായ പണ്ഡിതന്റെ പുത്രൻ, അഹ്ലു ബൈത്തിലെ കണ്ണിലുണ്ണി, ബഹുമാനപ്പെട്ട ശൈഖുന കളമ്പാടി ഉസ്താദ്, കെ ഉസ്താദ്, കിടങ്ങഴി ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാന്മാരായ മശായിഖന്മാരുമായി ആത്മീയ ബന്ധമുള്ള എന്റെ അഭിമന്യ സുഹൃത്തും ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിലെ കണ്ണിലുണ്ണിയും വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയത്തങ്ങൾ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. പഠിച്ചോനെ, നമുക്കൊക്കെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ നൽകിയതാണ്, കാലേക്കുട്ടി നൽകിയ സമ്മാനമാണ്. കോഴിക്കോട് കാദിയാകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ കാളമ്പാടി ഉസ്താദിന്റെ അടുത്ത് തങ്ങൾപ്പാപ്പാന്റെ കൂടെ വിനീതനും പോയി കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ, കഴിയും തങ്ങളെ, ആദ്യമൊക്കെ ഒരു പ്രയാസമുണ്ടാകും തങ്ങളെ, അത് ബുദ്ധിമുട്ടില്ല തങ്ങളെ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നടന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ വന്ന് സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ടാണ് അൽഹംദുലില്ലാഹ്. മുഹമ്മദ് കുട്ടി, നിങ്ങൾ വരണം, നിങ്ങളിൽ വരാതെ പറ്റൂല. അതേ തങ്ങൾപ്പാപ്പാനെ കാത്ത് ഞാൻ ഫറൂഖ് പേട്ടയിൽ കാത്തിരുന്നു. അങ്ങനെ തങ്ങൾപ്പാപ്പാന്റെ കൂടെ ഞാൻ പോയി. അൽഹംദുലില്ലാഹ്, അത് ഞാൻ ഓർത്തുപോകുകയാണ്. മാന്നാറിൽ വെച്ച് തങ്ങൾപ്പാപ്പാന്റെ കൂടെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്തു. 2 മണിക്കൂർ നേരം രമേശ് ചെന്നിത്തല, ഇന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, അന്ന് കായംകുളം MP യാണ്. ഉസ്താദ് തങ്ങൾപ്പാപ്പാന്റെ നസീഹത്തും തങ്ങൾപ്പാപ്പാന്റെ പ്രാർത്ഥനയും കണ്ടിട്ട് ശ്രീ രമേശ് ചെന്നിത്തല പോലും അമ്പരന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളി, ഞാൻ പറഞ്ഞു വരുന്നത്, പല കടമ്പകളും 7 കടമ്പകൾ നമുക്ക് കിടക്കാനുണ്ട്. ഒന്നാമത്തെ കടമ്പയിൽ വെച്ച് സിറാത്ത് പാലത്തിലേക്ക് നാം കിടക്കും. ഒന്നാം കടമ്പയിൽ വെച്ച് ചോദിക്കുന്നത് ഈമാനിനെ കുറിച്ചാണ്. ഈമാൻ വേണോ? ദീനീ ഉലൂമ് വേണം. വിശ്വാസം വേണോ? ദീനീ ഉലൂമ് വേണം. വിശ്വാസമില്ലെങ്കിൽ വാൾഡറാമയിൽ വിശ്വസിക്കും, താരാരാധന പിടികൂടും, മുടികളൊക്കെ പൂന്തോട്ടം പോലെയാകും, റൊണാൾഡീനോവിനെ പോലെയാകും, മേൽപോട്ടുയർന്നു നിൽക്കും, ഈമാനിന്റെ കുറവനുഭവപ്പെടും. ചോദ്യം ചെയ്താൽ ഉസ്താദിനെതിരെ ശകാരിക്കും, ഉസ്താദിനെ ചീത്ത പറയും, ശമ്പളം തരുന്നുണ്ട് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മദ്രസ വരാന്തയിൽ വെച്ചുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഗുരുക്കന്മാരെ അപമാനിക്കും. രക്ഷിതാക്കളെ, സൈനുൽ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്, ഞാറ്റിൽ പിഴച്ച ചോറ്റി പിഴച്ചു എന്ന്. അതുകൊണ്ട് ഈമാൻ നൽകണേ, മതവിദ്യാഭ്യാസം നൽകണേ. യുവാക്കളെ, വിശ്വാസികൾ കഴിഞ്ഞു
പറഞ്ഞു പോയിട്ടില്ലേ? ജഅഫർ റളിയല്ലാഹു അൻഹു എന്ന 33കാരൻ നമ്മെ വിട്ടുപിരിഞ്ഞില്ലേ? യാ ഹബ്ബസൽ ജന്നത്തു വഖതീറബഹാ തയ്യിബതൻ വബാരിദൻ ശറബഹാ والروم روم أبدنا عذابها كثيرة بعيدة أنصابها علي إلينا قيتها ضرابها ഓ സ്വർഗമാകുന്ന സന്തോഷമേ, സ്വർഗത്തിലെ പാനീയങ്ങൾ കുടിക്കുന്നതിന്റെ ആനന്ദമേ, സ്വർഗീയ ഭക്ഷണങ്ങൾ ഭുജിക്കുന്നതിന്റെ സായുജ്യമേ, റോമാക്കാർ തന്നെയാണ്. പോരാട്ടം നടത്തിയില്ലേ? ശരീരത്തിലേക്ക് ശരങ്ങൾ വന്നില്ലേ? കുടൽമാല പുറത്തു ചാടി, കരൾ തുണ്ടമായി മാറി, വിരലുകൾ ചിന്നിച്ചിതറിപ്പോയി, കൈകാലുകൾ അറ്റുപോയി, കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു, മൂക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു, കാതും നഷ്ടപ്പെട്ടിരിക്കുന്നു, കളകള ശബ്ദത്തോടെ രക്തം പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പതാക ഇതാ പിടിക്കാൻ കഴിയുന്നില്ല. ജഅഫറേ, വെള്ളം കുടിക്കോ, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ ഇല്ലയോ? അസ്തമിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്, എങ്കിൽ എനിക്ക് വെള്ളം വേണ്ട. ഞാൻ സുന്നത്ത് നോമ്പുകാരനാണെന്ന് പറഞ്ഞില്ലേ? എന്റെ 3 മക്കളെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്ത എന്റെ ഭാര്യക്ക് നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞില്ലേ? മറക്കണേ അസന്ന, പൊറുക്കണേ അസന്ന. എനിക്കെതിരെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിത്വം പറയരുതെന്ന് പറഞ്ഞില്ലേ? സൂര്യാസ്തമയത്തിന്റെ മുമ്പ് രക്തസാക്ഷിയായില്ലേ? മുഹൂർത്തത്തിൽ പോകാനും സിയാറത്ത് ചെയ്യാനും മഹാന്മാരോട് സലാം പറയാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 2ാമത്തെ ഗൈറ്റ് നിസ്കാരത്തിന്റെ ഗൈറ്റാണ്, 3ാമത്തെ ഗൈറ്റ് സകാത്തിന്റെ ഗൈറ്റാണ്, 4ാമത്തെ ഗൈറ്റ് നോമ്പിന്റെ ഗൈറ്റാണ്, 5ാമത്തെ ഗൈറ്റ് ഹജ്ജ് ഉംറയുടെ ഗൈറ്റാണ്, 6ാമത്തെ ഗൈറ്റ് സിലത്തുർ റഹിമിന്റെ ഗൈറ്റാണ്. കുടുംബ ബന്ധത്തിന് തകർച്ച വന്നിട്ടുണ്ടോ? ജ്യേഷ്ഠാനുജന്മാർ എങ്ങനെയാണ് അവസ്ഥ? മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്? പരസ്പരം ഭിന്നതയിലാണോ? അവിടെ വെച്ചവൻ കേൾക്കുന്നത് മൻ ഖതഅനി ഖതഅല്ലാഹ്, എന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചവന് അല്ലാഹു വിച്ഛേദിച്ചിരിക്കുന്നു. വമൻ വസലനി വസലഹുല്ലാഹ്, എന്നോടുള്ള ബന്ധം ചേർത്തിയവന് അല്ലാഹു ചേർത്തിയിരിക്കുന്നു. ഭർത്താക്കന്മാരോടെന്താണ് സ്ഥിതി? ഭാര്യമാരോടെന്താണ് സ്ഥിതി? മൂത്താപ്പയോടെന്താണ് അവസ്ഥ? അമ്മാമന്മാരോടെന്താണ് അവസ്ഥ? തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര തെരഞ്ഞെടുപ്പുകളാണ് വന്നത്. പിണങ്ങടോ സഹോദരങ്ങളെ, ഇണങ്ങോ സഹോദരങ്ങളെ. നിങ്ങൾ അല്ലാഹുവിനനുസരിക്കുകയും റസൂലഹു, അവന്റെ റസൂലിനെയും. വലാ തനാസഉ, നിങ്ങൾ തർക്കിക്കരുത്. തർക്കിച്ചാൽ ഫതഫ്ശലു, നിങ്ങൾ തളർന്നു പോകും. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോകും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹ് ക്ഷമാലുക്കളുടെ കൂടെയാണ്. അതുകൊണ്ട് പ്രിയരെ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ചെയ്യണം. 3 വസ്തഗ്ഫിറുസ്സാദ, ഭക്ഷണത്തെ നീ നല്ലോണം വർദ്ധിപ്പിച്ചോ. ഫഇന്ന സഫറ തവീൽ, യാത്ര നീണ്ടതാണ്. നല്ലോണം ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ചെയ്യണം. ദിക്ർ ദുആ നടക്കാൻ പോകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം ചൊല്ലണം. ഫഇലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ചുണ്ടനങ്ങില്ലല്ലോ, നാവ് പുറത്തേക്ക് വരുന്നില്ലല്ലോ, പല്ലിന്റെ അപ്പുറത്തേക്ക് വരുന്നില്ലല്ലോ. അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് അല്ലാഹു മാത്രമല്ലേ അറിയുന്നുള്ളൂ. എപ്പോഴും ചൊല്ലാമല്ലോ. വീട്ടിൽ വെച്ച് ചൊല്ലാം, കൂട്ടത്തിൽ വെച്ച് ചൊല്ലാം,
ചെല്ലാം, വണ്ടിയിൽ വെച്ച് ചെല്ലാം, ഭക്ഷണമുണ്ടാക്കുമ്പോൾ ചെല്ലാം, കല്യാണത്തിന് ചെല്ലാം, എപ്പോഴും ചെല്ലാം. സ്വർഗത്തിൽ പോയാൽ ചിലർ ദുഃഖിക്കും. എന്തിന്റെ പേരിൽ ദിക്റ് ചെല്ലാത്തതിന്റെ പേരിൽ. ദിക്റ് ചൊല്ലിയവർക്ക് കിട്ടുന്ന കൂലി കണ്ടിട്ട് ഇതാ പല ആളുകളും പടച്ചവനെ ഭൂമിയിൽ എത്രയെത്ര സമയമാണ് കഴിഞ്ഞു പോയത്, ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കേട്ടോളൂ, അൽഹാക മൽഹാക എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അതാണ് ഖിയാമത്ത് നാൾ. നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നാം ആരാകണം എന്നതിലേക്കുള്ള സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയട്ടെ. വഅഖ്ലിസിൽ അമല, നാലാമത്തെ കാര്യം, നീ നിന്റെ കർമ്മങ്ങളെ നിഷ്കളങ്കമാക്കിക്കോ. ഫഇന്നൻ അഖിദ ബസീർ, നോട്ടക്കാരൻ കാണുന്നുണ്ട്. ഇഖ്ലാസോടെ പ്രവർത്തിച്ചോ. പൊട്ടീസ് വേണ്ട, ഡമ്പ് വേണ്ട, അഹങ്കാരം വേണ്ട, ഇഖ്ലാസോടെ പ്രവർത്തിച്ചോ. ഇനിയാണ് പറയുന്നത്, സൂറെന്ന കാഹളത്തിൽ ഒരു ഊത്തൂതപ്പെട്ട് കഴിഞ്ഞാൽ പർവ്വതങ്ങളും ഭൂമിയും ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു ഇടിച്ചു നിരത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നതാണ്. മേലാപ്പില്ലാത്ത ആകാശമുണ്ടല്ലോ, തൂണില്ലാത്ത ആകാശങ്ങളുണ്ടല്ലോ, ആകാശങ്ങൾ പിളരുന്നതാണ്. അങ്ങ് ആകാശങ്ങൾ ദുർബലമായിരിക്കും. ആകാശങ്ങളുടെ മേൽ ആ ദുർബലമായ ഭാഗങ്ങളിൽ മലക്കുകളുണ്ടാകുന്നതാണ്. അവർക്ക് മീത് അങ്ങയുടെ റബ്ബിന്റെ അർശിനെ 8 വിഭാഗം മലക്കുകൾ ഇതാ ചുമക്കുന്നതാണ്. യൗമഇദിൻ തുറലു, അന്ന് നിങ്ങളെ ഹാജരാക്കപ്പെടുന്നതാണ്. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു രഹസ്യവും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റൂല. ഒരു ദിനം വരാനുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, അന്ന് ആരുടെ വലത് കയ്യിലാണോ കിതാബ് നൽകപ്പെട്ടത്, ഫയഖൂലു, അവൻ പറയും, ഹാ ഉമോ, നിങ്ങളൊന്ന് വന്നാലും, ഇഖ്റഊ കിതാബിയ, ഈ കിതാബിനെ നിങ്ങൾ ഓതിയാലും, ഇന്നി ദനന്തു അന്നീ മുലാഖിൻ നിസാബിയ, വിചാരണ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ തൃപ്തിപ്പെട്ട ജീവിതത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, സ്വർഗത്തിലെ പഴങ്ങൾ അടുത്തുണ്ട്. കുലോ, തിന്നോളൂ, വസ്റബോ, കൊടുത്തോളൂ, ഹനീആ, ഇഷ്ടാനുസരണം, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച കാരണങ്ങളെ കൊണ്ട്. മരക്കാർ ഉസ്താദ് ശൈഖുന പറഞ്ഞില്ലേ, ചോറ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സൗകര്യം ചെയ്യുന്നു. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, പ്രിയപ്പെട്ടവരെ, ദീനിനു വേണ്ടി നമ്മുടെ നല്ല അടയാളങ്ങൾ നിർവഹിച്ച് നാം മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സയ്യിദ് സുബ്ബാൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ ഉമ്മത്തിനെ നയിക്കുന്ന നായകർ, ചുറുചുറുക്കുള്ള നായകർ, വിദേശ നാടുകളിൽ ചെന്നിട്ട് പരിശുദ്ധ ദീനിന്റെ സന്ദേശം സമർപ്പിച്ചവർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ നക്ഷത്രമാണ്. നക്ഷത്രമാണ്, നമുക്കുള്ള സമ്മാനമാണ്. അഹ്ലു ബൈത്തിലെ കണ്ണിലുണ്ണിയാണ്. മുത്തുനബിയുടെ പേരമകൻ, രണ്ടാമതൊരു പേരമകൻ ഇങ്ങോട്ട് വരികയാണ്. പേരമക്കൾ ഇവിടെയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഏടുകളെ നമ്മുടെ വലത് കൈയിൽ